ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാപ്രകൾക്ക് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത, താല്പര്യമില്ലാത്ത വിഷയം. അതായത് ഒരു പുതിയ സർക്കാർ അധികാരമേറ്റ് മന്ത്രിമാർ കസേരകളിലിരുന്ന് ഒന്ന് അമർന്ന് ശ്വാസം വിടും മുമ്പ് കൃത്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരും കാണാതെ, ആരുമായും ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തേക്ക് അതീവ രഹസ്യമായി ഒരു ഫയൽ പറന്നെത്തുന്നു. കേരളത്തിലെ രാഷ്ട്രീയ സിംഹാസനങ്ങളെ മുഴുവൻ ഉലയ്ക്കാൻ പോകുന്ന കോടികളുടെ മണമുള്ള ആ രഹസ്യ ഫയലിൽ എന്തായിരുന്നു കാര്യം? വി.ഡി. സതീശൻ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ പ്രതിപക്ഷം കാത്തുവെച്ച ഒരു ആറ്റം ബോംബെന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. എന്നാൽ ഇക്കൂട്ടത്തിൽ ആരുടെ പക്ഷത്താണ് ന്യായം? ഒടുവിൽ ആ രഹസ്യം പുറത്താകുമ്പോൾ ഞെട്ടുന്നത് ആരാണ്? നമുക്ക് പരിശോധിക്കാം. കേരള രാഷ്ട്രീയം ഇപ്പോൾ വെറും ഒരു പോരാട്ടമല്ല, പുകയുന്നൊരു അടിയന്തരാവസ്ഥയിലൂടെയാണ് നിലവിൽ കടന്നു പോകുന്നത്. വി.ഡി. സതീശൻ സർക്കാരിന്റെ പുതിയ മദ്യനയവും വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദന നീക്കവും വലിയ കൊടുങ്കാറ്റാണ് ഉയർത്തിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന CPM-ഉം പിണറായി വിജയനും കടുത്ത ആരോപണങ്ങളുമായി രംഗത്തുണ്ട്, സജീവമാണ്. എന്നാൽ ഈ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ് ഇതൊന്നുമല്ല. സതീശൻ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പുതിയ ന്യായീകരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിലെ ചായക്കടകളിൽ പോലും ചിരിയും ചിന്തയും ഒക്കെ ഉണർത്തുന്നത്. ഭരണത്തിലിരുന്നപ്പോ തങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ച അതേ നയത്തെ ഇപ്പോ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ന്യായീകരിക്കുന്ന ഗോവിന്ദൻ മാഷിന്റെ ആ ഒരു കാർഷിക മദ്യ സിദ്ധാന്തം കേട്ടാൽ അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധർ വരെ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഒരു വശത്ത് കോർപ്പറേറ്റ് വിരുദ്ധത പ്രസംഗിക്കുന്നു, മറുപുറത്ത് അതേ കോർപ്പറേറ്റുകളുടെ വഴിവിട്ട നീക്കങ്ങളെ സ്വന്തം കാലത്തെ നയവും പറഞ്ഞ് പ്രതിരോധിക്കുന്നു. എന്താണ് ഈ വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ കളി? നമുക്ക് വിശദമായി ഒട്ടും ഭയമില്ലാതെ തന്നെ വിശകലനം ചെയ്യാം. MV ഗോവിന്ദൻ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ സംശയം എന്താണെന്ന് അറിയാമോ? വി.ഡി. സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞയും ചെയ്ത് കൃത്യം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി എന്നതാണ്. എന്തൊരു വേഗത, എന്തൊരു കാര്യക്ഷമത! സാധാരണ ഒരു റേഷൻ കാർഡിലെ പേര് മാറ്റാനോ വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനോ മാസങ്ങളോളം ജനങ്ങളെ നടത്തിക്കുന്ന ഇതേ സർക്കാർ സംവിധാനങ്ങളാണ് ഒരു മദ്യ കമ്പനിയുടെ ഫയല് വെറും മണിക്കൂറുകൾ കൊണ്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എത്തിച്ചിരിക്കുന്നത്. ഗോവിന്ദൻ ചോദിക്കുന്നത് തികച്ചും ന്യായമായൊരു ചോദ്യമാണെന്ന് നമ്മൾ കേൾക്കും. പ്രതിപക്ഷത്തോടോ സ്വന്തം മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളോടോ ഒരു വാക്ക് പോലും ചർച്ച ചെയ്യാതെ ഇത്ര ധൃതി പിടിച്ച് ബജറ്റിൽ ഈ വിഷയം തിരികെ കയറ്റിയത് എന്തിനാണ്? ആരുടെ താല്പര്യമാണ് ഇതിന് പിന്നിൽ? ഇങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം, ഗോവിന്ദന്റെ ചോദ്യം. സാധാരണക്കാരൻ കെട്ടിട നികുതി കുറയ്ക്കാനും പെൻഷൻ കിട്ടാനും കാത്തിരിക്കുമ്പോൾ മദ്യനയത്തിന് മാത്രം ഇത്രയും ഹൈപ്പർസോണിക് വേഗത കൈവന്നതിന് പിന്നിൽ എന്തോ വലിയ അടിയൊഴുക്കുകൾ ഉണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ ഒടുക്കുമോ? പറ്റില്ല, അല്ലേ? നമുക്കെല്ലാം ന്യൂട്രലായി തന്നെ ഒന്ന് ചിന്തിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെയാണ് ജനങ്ങൾ മൂക്കത്ത് വിരൽ വെക്കുന്നത്. അപ്പോൾ ഈ വേഗതയ്ക്ക് പിന്നിൽ കോർപ്പറേറ്റ് കമ്പനികളുടെ അദൃശ്യകരങ്ങൾ ഉണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഭരണപക്ഷത്തെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഗോവിന്ദൻ മാഷിന്റെ ആ വിഖ്യാതമായ കാർഷിക മദ്യനയ സിദ്ധാന്തത്തിലേക്ക് കിടക്കാം. ഇടതുപക്ഷം ഭരണത്തിലിരുന്നപ്പോൾ കൊണ്ടുവന്ന മദ്യനയം കേവലം മദ്യപാനികളെ സന്തോഷിപ്പിക്കാനായിരുന്നില്ലത്രേ. അത് പാവപ്പെട്ട കർഷകരെ രക്ഷിക്കാനുള്ള ഒരു മഹത്തായ വിപ്ലവകരമായ നീക്കം. അതായത് ഏതാനും 28 മറ്റോ ബാറുകൾ ഉണ്ടായ സ്ഥാനത്ത് 900 സംതിങ് ആണ് ഇപ്പോൾ ഉള്ളത്. അതാണ് കർഷകരെ സ്വാധീനിക്കുന്നത്. കേൾക്കുമ്പോൾ വിപ്ലവകരമായും തിളച്ചുമറിയും. കശുമാങ്ങയും പൈനാപ്പിളും ഒക്കെ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കിയാൽ കേരളത്തിലെ കർഷകരുടെ ദാരിദ്ര്യം മുഴുവൻ പമ്പ കടക്കും എന്നായിരുന്നു LDF ലക്ഷ്യം വെച്ചിരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കൂ. അതായത് ഇടതുപക്ഷം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഓർഗാനിക് കാർഷിക സൗഹൃദ മദ്യം. എന്നാൽ ഇപ്പോൾ വി.ഡി. സതീശൻ സർക്കാർ കൊണ്ടുവരുന്നത് കോർപ്പറേറ്റ് കുത്തകകളുടെ മദ്യം. എന്തൊരു വിരോധാഭാസമാണത്! ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ ന്യായീകരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. MV ഗോവിന്ദൻ പറയുന്നു, ഞാൻ എക്സൈസ് മന്ത്രി ആയിരുന്ന കാലത്ത് കശുമാങ്ങ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രയോജനപ്പെടുത്തി മദ്യം ഉൽപ്പാദിപ്പിക്കാനാണ് ശ്രമിച്ചത്. വാറ്റുന്ന കേസായിരിക്കും പറയുന്നത്, അല്ലാതെ വേറൊന്നും പറയാനില്ല. എന്തായാലും കർഷകർക്ക് സാമ്പത്തിക ഗുണം ചെയ്യാനായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ ആ നയം രൂപീകരിക്കുന്ന ഘട്ടത്തിലാണ് ബക്കാടി ഉൾപ്പെടെയുള്ള വമ്പൻ വിദേശ കമ്പനികൾ വിതരണത്തിനായി സർക്കാരിനെ സമീപിച്ചത്. ഞങ്ങൾ ലക്ഷ്യം വെച്ചത് കമ്പനികളുടെ വിതരണാവകാശമല്ല, മറിച്ച് കാർഷിക ഉൽപ്പാദനമാണ്. ഇവിടെയാണ് യഥാർത്ഥ സർക്കാസം അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ബക്കാടി പോലെയുള്ള അന്താരാഷ്ട്ര കമ്പനികൾ സെക്രട്ടേറിയറ്റിന്റെ പടി കയറി വന്നത്
പാവം കർഷകരുടെ കശുമാങ്ങ വാങ്ങാനാണോ? അന്ന് ആ ഫയലുകൾ ചർച്ച ചെയ്യുമ്പോൾ ഇല്ലാത്ത എന്ത് അസ്വാഭാവികതയാണ് ഇപ്പോ ഈ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായത്? സത്യം പറയാലോ, ഈ രണ്ടു കൂട്ടരെ നമുക്ക് ന്യായീകരിക്കാൻ തോന്നുന്നില്ല. അവരെ കേട്ടിട്ട് ഇവർക്കൊക്കെ വോട്ട് ചെയ്തവരെയാണ് ചിന്തിക്കുന്നത്. ഉൽപാദനവും നികുതി ഘടനയും രണ്ടാണെന്ന് പറയുന്ന ഗോവിന്ദന് നികുതി കുറയ്ക്കുന്ന നടപടിയെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്നും കുറ്റപ്പെടുത്തുന്നു. തങ്ങൾ ഭരണത്തിലിരുന്നപ്പോ ചെയ്തത് പുണ്യം, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് കോർപ്പറേറ്റ് ദാസ്യം. അതാണ് ശബരിമലയിൽ നമുക്ക് കാണാനായത്. പുണ്യം പുണ്യം പുണ്യം. ഇതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ ലൈൻ. അപ്പോ ഈ വിവാദത്തിൽ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞ ഭാഗം വരുന്നത് 2022 ജനുവരിയിലെ ഫയൽ നീക്കങ്ങളിലാണ്. VD സതീശൻ സർക്കാരിന്റെ സൈബർ അണികളും നേതാക്കളും ചോദിക്കുന്നത് ഈ പറയുന്ന നയത്തിന്റെ അടിത്തറയിട്ടത് LDF സർക്കാരിന്റെ കാലത്തല്ലേ എന്നാണ്. എന്നാൽ അതിനെ പ്രതിരോധിക്കാൻ ഗോവിന്ദൻ ഇറക്കിയ തന്ത്രം അതൊന്ന് പരിശോധിക്കാം. 2022 ജനുവരിയിൽ ഈ വിഷയം സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടപ്പോൾ താൻ മന്ത്രിയായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കയ്യിലിരിപ്പ് അതുകൊണ്ടായിരിക്കും, അറിയില്ല. എന്തായാലും അക്കാലയളവിൽ ഈ ഫയൽ താൻ ചർച്ച ചെയ്തിട്ടേ ഇല്ലെന്നാണ് ഗോവിന്ദന്റെ വാദം. ഇതൊരൊന്നാം തരം കൈകഴുകലല്ലേ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിച്ചാൽ അതിനെ തെറ്റു പറയാനാകില്ല. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ മുൻപ് വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തി എന്ന നിലയിൽ സ്വന്തം മുന്നണിയുടെ കാലത്തുണ്ടായ നയപരമായ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും അന്ന് ഞാൻ ആ കസേരയിൽ ഇല്ലായിരുന്നു എന്നും പറഞ്ഞൊഴിഞ്ഞു മാറുന്നത് എത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കും, എത്രത്തോളം പ്രായോഗികമാണ്? ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ബാക്കി കൂടി പറഞ്ഞൂടെ? അപ്പൊ ഈ ഫയല് സബ്ജക്ട് കമ്മിറ്റിക്ക് പോയതും അവിടെ നടന്ന ചർച്ചകളും അതിന് പിന്നാലെ വന്ന നീക്കങ്ങളും ഒരു തുടർച്ചയാണ്, തുടർക്കഥ. വീടിന് താഴെ തുടരും കുത്ത്. അപ്പോ ഭരണത്തിലിരിക്കുമ്പോൾ ഫയലുകൾക്ക് ചുവപ്പ് നാടിയുടെ കാവലൊരുക്കുകയും പ്രതിപക്ഷത്താകുമ്പോൾ അതേ ഫയലുകളുടെ വേഗതയെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ട്രോളുകൾക്ക് കാരണമാകുന്നത്. പണ്ടൊക്കെ പറയും ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്നാൽ അപ്പോഴാണ് പേടിക്കേണ്ടതെന്ന്. പേടിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? പ്രതിപക്ഷം തന്നെ. എന്തായാലും വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉൽപാദനത്തെക്കാൾ വലിയ തർക്കം നടക്കുന്നത് ഇതിന്റെ നികുതി കുറച്ചു കൊടുത്ത നടപടിയിലാണ്. വമ്പൻ വിദേശ മദ്യ കമ്പനികൾക്ക് കേരളത്തിൽ ബിസിനസ് നടത്താൻ നികുതി ഇളവ് നൽകിയതിലൂടെ കോടികളുടെ അഴിമതി നടന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. ചിലപ്പോൾ അവർക്ക് കിട്ടേണ്ടത് ഇവർക്ക് കിട്ടിയതിന്റെ സങ്കടമായിരിക്കും. കരയട്ടെ. എന്നാൽ MP ഗോവിന്ദൻ ഇതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നോക്കാം. ഉൽപാദനവും നികുതി ഘടനയും രണ്ടാണ്. നികുതി കുറയ്ക്കുന്നത് കമ്പനികളെ സഹായിക്കാനല്ല, മറിച്ച് വിപണിയിലെ മത്സരക്ഷമത കൂട്ടാനാണ് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങൾ. ഇവിടെയാണ് ജനങ്ങൾക്ക് സംശയം തോന്നുന്നത്. മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറഞ്ഞ അലമുറ ഇടുന്നത് പോലെ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. കേരളത്തിലെ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ നികുതിയും സെസ്സും കുറയ്ക്കാൻ തയ്യാറാകാത്തവർ മദ്യക്കമ്പനികളുടെ നികുതി കുറയ്ക്കാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയാണ് ചോദിക്കേണ്ടത്. അടുത്തത്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ നികുതി വരുമാനം കൂട്ടാൻ മദ്യവില കൂട്ടിയവർ പ്രതിപക്ഷത്തിരുന്ന് പഴയ നികുതി ഇളവ് നയങ്ങളെ ന്യായീകരിക്കുന്നത് ആരെ രക്ഷിക്കാനാണ്? ആരുടെ മുഖം വൈറ്റ് വാഷ് ചെയ്യാനാണ്? അപ്പൊ ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ CPM അണികൾ പോലും കൃത്യമായ ഉത്തരമില്ലാതെ ഉത്തരം മുട്ടി ബ്ലിങ്കസ്യ എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. ഒരു വശത്ത് സർക്കാരിന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ശ്രമിക്കുമ്പോൾ തന്നെ സ്വന്തം കാലത്തെ പാപക്കറകൾ കഴുകിക്കളയാൻ കാർഷിക നയം എന്ന കവചവും ഉപയോഗിച്ച് ഇത്തരത്തിൽ മെഴുകുന്ന ആളുകളോട് ഒന്നും പറയാനില്ല. നിങ്ങളുടെ അവസ്ഥ ദയനീയമാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ എന്ത് പറയാനാണ്? ഭരണത്തിലുണ്ടായിരുന്ന കാലത്ത് വൻകിട മദ്യ ഉൽപാദന നയങ്ങൾക്ക് പച്ചക്കൊടി കാട്ടിയ CPM ഇപ്പോ അതേ വാദത്തെ പ്രതിപക്ഷത്തിരുന്നൊരു പ്രതിരോധ കവചമായി മാറ്റുന്നു. VD സതീശൻ സർക്കാർ ബക്കാടി പോലെയുള്ള കമ്പനികളുടെ താല്പര്യങ്ങൾക്കായി മദ്യനയം അട്ടിമറിക്കുന്നു എന്ന ധ്വനിയാണ് ഗോവിന്ദന്റെ വാക്കുകളിൽ ഉടനീളമുള്ളത്. അതിൽ നിന്നും അനങ്ങുന്നില്ല. എന്നാൽ ജനങ്ങൾ ചോദിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അന്ന് നിങ്ങൾ തുടങ്ങിയത് തന്നെയല്ലേ ഇവരിപ്പോ പൂർത്തിയാക്കുന്നത്? നിങ്ങളും അവരും കണക്ക് തന്നെയല്ലേ? എന്താണ് വ്യത്യാസം? ഒരു നാണയത്തിന്റെ രണ്ട് വശം. അപ്പൊ പിന്നെ ഇതിൽ അട്ടിമറി എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഇടതുപക്ഷത്തിന്റെ ഈ മദ്യവിപ്ലവം യഥാർത്ഥത്തിൽ സ്വന്തം അണികളെ പോലും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. പിന്നെ കശുമാങ്ങയിൽ നിന്നും അമൃത തുള്ളി പോലെ മദ്യമുണ്ടാക്കി നാടിനെ രക്ഷിക്കാൻ നോക്കിയെന്നും UDF ഭരിക്കുമ്പോൾ അത് വിഷമായി മാറുന്നു എന്നുള്ള ഈ ഇരട്ട നിലപാട് ജനങ്ങൾ അത്ര എളുപ്പം വിഴുങ്ങില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.